കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരിയുടെ സഹോദരങ്ങളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നെങ്കിലും കടുത്ത പനിയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രോഗബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന 3 മാസം പ്രായമുള്ള കുട്ടിയുടെ നിലയും ഗുരുതരമായി തുടരുകയാണ്. വ്യാഴാഴ്ചയാണ് താമരശ്ശേരി സ്വദേശിയായ 4ാം ക്ലാസ്സുകാരി അനയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. പിന്നാലെ പെൺകുട്ടി ഉപയോഗിച്ച വെള്ളത്തിന്റെ സാമ്പിളുകളടക്കം ആരോഗ്യവകുപ്പ് ശേഖരിച്ചിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം ലഭിക്കാനിരിക്കെയാണ് പെൺകുട്ടിയുടെ 2 സഹോദരങ്ങളെയും കടുത്ത പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ 7 വയസ്സുകാരനാണ് കൂടുതൽ രോഗലക്ഷണങ്ങൾ. നേരത്തെ ഇരുവരുടെയും സ്രവ സാമ്പിൾ പരിശോധിച്ചിരുന്നെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു. നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 3 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 2 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുഞ്ഞ് വെന്റിലേറ്ററിലാണ്. അന്നശ്ശേരി സ്വദേശിയായ യുവാവാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മറ്റൊരാൾ. കുട്ടിക്ക് കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് രോഗബാധയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. കൂടുതൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജനങ്ങൾക്കും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണം. കിണർ വെള്ളം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.